നമസ്കാരം. സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നാളെ LDC എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം. COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബാണ് COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ 1ഉം 3ഉമാണ് ശരി. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിക്കറ്റാണ്. 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം മണിപ്പൂർ. മണിപ്പൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. 2019 ജൂലൈ 22-നാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? KV റാബിയ. KV റാബിയ ആണ് 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയാണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര്? കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. കേരള പാണിനി ആരാണ്? AR രാജരാജവർമ്മ. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം. മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം. മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹമാണ് 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8° 4 നോർത്ത് ടു 37° 6 നോർത്ത് ആണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8° 4 നോർത്ത് ടു 37° 6 നോർത്ത്. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ദ്രാസ്. ദ്രാസ് ആണ് ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം. ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ ശീതമരുഭൂമി ലഡാക്ക്. ലഡാക്കാണ് ഇന്ത്യയിലെ ശീതമരുഭൂമി. ഇന്ത്യയിലെ ശീതമരുഭൂമി ലഡാക്ക്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ എവറസ്റ്റ് കൊടുമുടി ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കമൻറ്റിൽ പറഞ്ഞ സഹോദരങ്ങൾക്ക് നന്ദി. ശരിയായ ഉത്തരം എവറസ്റ്റ് കൊടുമുടി നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ജലപാത 1 നാഷണൽ വാട്ടർ ലൈൻ 1 ബന്ധിപ്പിക്കുന്നത് അലഹബാദ് ഹാൽഡിയ. അലഹബാദിനെയും ഹാൽഡിയയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് ദേശീയ ജലപാത 1 ഉള്ളത്. ദേശീയ ജലപാത 1 അലഹബാദ് ഹാൽഡിയ.
വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നതെവിടെ? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കർണാടകയിലാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. ഏതു തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഏതു തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റ് വിഭാഗത്തിലുള്ള കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ജാരിയ. ജാരിയ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തതെവിടെ? ഡിഗ്ബോയിലാണ്. ഡിഗ്ബോയി എന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ഡിഗ്ബോയിലാണ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്? കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മംഗലാപുരം. റോഹയെയും മംഗലാപുരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കൊങ്കൺ റെയിൽവേ. റോഹ മംഗലാപുരം ബന്ധിപ്പിക്കുന്നത് കൊങ്കൺ റെയിൽവേ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ബി ആണ് ശരി. 1, 3, 4. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ന്യായവാദാർഹമായത് സ്വത്തവകാശത്തെ ഒഴിവാക്കി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ന്യായവാദാർഹമായത് സ്വത്തവകാശത്തെ ഒഴിവാക്കി. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്. 3ഉം 4ഉം. ഏതൊക്കെയാണ് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഇത് രണ്ടും മൗലിക കടമകളിൽ ഉൾപ്പെടുന്നില്ല. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. ഇത് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നവയാണ്. ഏതൊക്കെയാണ് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നത്? ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുന്നു. ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നതിൽ സി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ബംഗാളി ഭാഷയിൽ നിന്നാണ് വന്ദേമാതരം വന്നിട്ടുള്ളത്. അതുപോലെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നുമാണ് ഈ വരികൾ എടുത്തിരിക്കുന്നത്. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയല്ലാത്തത്. 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ ഭരണഘടനയിലൂടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A ഉൾപ്പെടുത്തി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? തന്നിരിക്കുന്നതിൽ 1ഉം 3ഉമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ. 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്.
ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഒന്നുകൂടി നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? തന്നിരിക്കുന്നതിൽ 1, 2, 4 ശരിയായിട്ടുള്ളത്. തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഒന്നും കൂടി നോക്കാം. ഇന്ത്യൻ പതാകയ്ക്ക് തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഇന്ത്യൻ പതാകയുടെ അശോക ചക്രത്തിൽ എത്ര അരക്കാലുകളുണ്ട്? 24 അരക്കാലുകളുണ്ട്. 3:2 ആണ് ഇന്ത്യൻ പതാകയുടെ റേഷ്യോ വരുന്നത്. അശോക ചക്രത്തിന്റെ നിറം നേവി ബ്ലൂ ആണ്. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ. തന്നിരിക്കുന്നതിൽ 1, 3, 4 ശരിയല്ലാത്തവ. ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം. തെറ്റ്. 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. തെറ്റാണ്. മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ആദ്യമായി ദേശീയ ഗാനം ആലപിച്ചത് സരളാദേവി ചൗധ റാണിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ്. എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. മ്യൂസിക് കമ്പോസ് ചെയ്തതും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധ റാണിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധ റാണി. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? സുഷമ സിംഗും ദീപക് സന്ധുവും. സുഷമ സിംഗും ദീപക് സന്ധുവുമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ. ശരിയായ ജോഡി ഏത്? തന്നിരിക്കുന്നതിൽ എല്ലാ ജോഡിയും ശരിയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. MKSS എന്താണ്? വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം. വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് MKSS. സ്വത്തവകാശം നിയമപരമായ അവകാശം. സ്വത്തവകാശം നിയമപരമായ അവകാശമാണ്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. പിന്നീട് അത് എടുത്തു മാറ്റി. നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം. ബഹുമതികൾ റദ്ദാക്കൽ മൗലിക അവകാശം. ബഹുമതികൾ റദ്ദാക്കൽ മൗലിക അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A പറയുന്നത് മൗലിക കടമകളാണ്. ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത്. ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? 26 ജനുവരി 1950. ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് 26 ജനുവരി 1950 26 ജനുവരി 1950 ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി നൽകിയത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. സാരേ ജഹാം സെ അച്ഛ രചിച്ചത് ആര്? സാരേ ജഹാം സെ അച്ഛ രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാൽ ആണ് സാരേ ജഹാം സെ അച്ഛ രചിച്ചത്.
സാരെ ജഹാം സെ അച്ച, മുഹമ്മദ് ഇക്ബാൽ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി എന്നാണ് പറയുന്നത്. അതായത് കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 4ഉമാണ് ശരിയായ ജോഡിയിൽ വരിക. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘനം പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു എന്നുള്ളത് ശരിയല്ല. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘനം പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു തെറ്റാണ്. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു എന്നുള്ളത് കോൺഗ്രസ് ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയാണ്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. നിസ്സഹരണ പ്രസ്ഥാനം. നിസ്സഹരണ പ്രസ്ഥാനമാണ് 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹമാണ് 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി. ആനി ബസന്റും ബാലഗംഗാധര തിലകും. ആനി ബസന്റും ബാലഗംഗാധര തിലകുമാണ് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കൾ. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം. മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. മിന്റോ മോർലി പരിഷ്കാരങ്ങളിലാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം. ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം. ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം ഏതാണ്? 1948 ജനുവരി 30. 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റു മരിച്ചത്. 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ്.